ഹലോ, വെൽക്കം ടു കെമിസ്ട്രി ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +1 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ്. അപ്പം 10th കഴിഞ്ഞ് +1 കടക്കുകയാണ്. ഒരുപാട് പേര് മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരുണ്ടാവാം, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നവരുണ്ടാവാം. അപ്പോൾ രണ്ടുപേർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ഹെഡിങ് തന്നെ ഒന്ന് നോക്കിയേ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അതായത് കെമിസ്ട്രിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, കെമിസ്ട്രിയിലുള്ള ബേസിക് ആയ കാര്യങ്ങൾ. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ എന്തറിയണം, കെമിസ്ട്രി എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് കെമിസ്ട്രി? കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമ്മൾ 7th ഓൺവേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. 7th സയൻസിനെ നമ്മൾ 3 തിരിക്കുന്നുണ്ട്. മെയിൻലി 3 ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സയൻസിന്. മെയിൻലി 3 ക്ലാസിഫൈ ചെയ്യുന്നു: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി, അല്ലേ? അപ്പം കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിൻ്റെ ബ്രാഞ്ചാണ്. അവിടെ എന്താ പഠിക്കുന്നത്? സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്ററാക്ഷൻ ഓഫ് മാറ്റർ. മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാറ്ററിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അവിടെ മാറ്ററിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. നമുക്ക് മാറ്ററിലേക്ക് തിരിച്ചു വരാം. അതിനു മുന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കെമിസ്ട്രിയെ വീണ്ടും ബ്രാഞ്ച് ആക്കുന്നത്. നമ്മൾ സയൻസിനെ എന്തിനാണ് ബ്രാഞ്ച് ആക്കിയത്? 3 കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി. കൂടുതലായിട്ട് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? കെമിസ്ട്രീനെ വീണ്ടും ബ്രാഞ്ച് ആക്കുകയാണ്. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കെമിസ്ട്രിയെ നമ്മൾ വീണ്ടും ബ്രാഞ്ച് ആക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. 10th നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും ചേർന്നൊക്കെയുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്, അല്ലേ? മെയിൻലി കാർബൺ അടങ്ങിയ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫിനോമിനൻ നടക്കുന്നുണ്ട്. അബ്സോർപ്ഷൻ അതുപോലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്തിട്ട്, വോളിയം റിലേറ്റ് ചെയ്തിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കെമിസ്ട്രി മനസ്സിലാക്കാനാണ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി മെയിൻലി ചൂസ് ചെയ്യുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, കാർബണും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ചും. എന്നാൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ, അതിലാണ് നമ്മൾ എലമെന്റ്സിനെ കുറിച്ച് പഠിച്ചത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതിലുള്ള എലമെന്റ്സിനെ കുറിച്ചും പിന്നെ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഉണ്ടാവുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്, ബയോ കെമിസ്ട്രി ആ പേരിൽ തന്നെയുണ്ട്. ബയോ മീൻസ് ബയോളജി റിലേറ്റഡ് കെമിസ്ട്രി. നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ എന്നിട്ട് ഓക്സിജൻ ക്യാരി ചെയ്യുമ്പോൾ അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിൻ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ബയോളജിക്കൽ പ്രോസസ്സിലൊക്കെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഫോട്ടോസിന്തസിസ്, അതിലും ഉണ്ട് കെമിസ്ട്രി. കാരണം കോമ്പൗണ്ട്സ് പലതും കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതൊക്കെയാണ് ഫോട്ടോസിന്തസിസിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് നമ്മൾ ബയോ കെമിസ്ട്രി എടുക്കുന്നത്. ഇനി അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പല ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ലാബിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിസ്ട്രി റിലേറ്റഡ് ഒബ്ജക്റ്റൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, അതിനൊക്കെ കുറിച്ചൊക്കെ പഠിക്കാനാണ് നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. എങ്ങനെ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മെത്തേഡ്സ്, അതൊക്കെ പഠിക്കാനാണ് നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ നിലവിലുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം ഇത്രയും ബ്രാഞ്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ധാരണയുണ്ടാവും കെമിസ്ട്രിയെ കുറിച്ച് ഒരുപാട് യൂസസ് ഓൾറെഡി ഉണ്ടാവാം. ഇനി നമുക്ക് അറിയാവുന്ന ഒരുപാട് യൂസസ് തന്നെ ഉണ്ട്. ഒരുപാട് ഒരു മെഡിസിനൽ ഫീൽഡ് നിൽക്കുന്നതിൽ അതിൽ പകുതിയും എന്തിൻ്റെ ബേസിസിലാണ്? കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രിയിലെ ഒരുപാട് എലമെന്റ്സ്, കോമ്പൗണ്ടൊക്കെ ചേർന്നിട്ടാണ് ഓരോ മെഡിസിനും ഉണ്ടാവുന്നത്. ഓരോ മെഡിസിൻ്റെയും കെമിക്കൽ ഫോമിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പഠിച്ച പല എലമെന്റ്സും അതിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഒരു മെഡിസിൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്, ക്വാണ്ടിറ്റി ഒക്കെ എടുക്കണം. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള പല ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ആവശ്യമായിട്ട് വന്നില്ലേ? ഓക്കെ, ഈവൻ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പല എലമെന്റ്സ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, അതൊക്കെ പറയുന്നത് അതിലൊക്കെ എന്തുണ്ട്? കെമിസ്ട്രി ഉണ്ട്. അതൊക്കെ ഒരു കോമ്പൗണ്ട്, അതിലേക്ക് നെയിമിങ്സും കാര്യങ്ങളൊക്കെ കെമിസ്ട്രി റിലേറ്റഡാണ്.
നമുക്ക് മെഡിസിനിലെ ഫീൽഡിൽ തന്നെ മെയിനായിട്ട് പറയാം, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കെമിസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പൗണ്ടാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം കെമിസ്ട്രി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പം ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, കെമിസ്ട്രി എന്നത് മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാറ്ററിൻ്റെ കോമ്പസിഷൻ, പ്രോപ്പർട്ടി, ഇൻറ്ററാക്ഷൻ എന്നിവയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. അപ്പം അവിടെ നമുക്ക് ഉണ്ടാവാവുന്ന ഒരു ഡൗട്ടാണ് മാറ്റർ എന്താണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം, മലയാളത്തിൽ ദ്രവ്യം എന്ന് പറയും. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു മാസും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമില്ല എല്ലാത്തിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. സോ മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഒക്കുപ്പൈസ് ഇൻ സ്പേസ്. നിൽക്കാൻ സ്ഥലവും വെയിറ്റും കൃത്യമായ മാസും ഉള്ള എല്ലാത്തിനെയും നമുക്ക് മാറ്റർ ആയിട്ട് കണക്കാക്കാം. നമ്മൾ ഡാൽട്ടൺ അറ്റോമിക് തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ കൊണ്ടാണ്. മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 ഫിസിക്കൽ സ്റ്റേറ്റ്. എല്ലാ മാറ്ററും ഒരുപോലെ ഇരിക്കണം എന്നില്ല. മെയിൻലി 3 ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. 3 ഭൗതിക രീതിയിൽ കാണുന്നുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, ഖരം, ദ്രാവകം, വാതകാവസ്ഥയിൽ മാറ്റർ, ദ്രവ്യം കാണുന്നുണ്ട്. അപ്പം മാറ്ററിന് മാസം ഉണ്ടായിരിക്കണം, സ്പേസും ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ മാസം ഉള്ളതും സ്പേസ്, നിൽക്കാൻ സ്പേസ് ആവശ്യമുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും നമുക്ക് മാറ്ററായിട്ട് കണക്കാക്കാം. എക്സാമിന് ചിലപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റിന് പേര് തരും, ഇതിൽ മാറ്റർ ഉണ്ടോ എന്ന് സെലക്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സർക്കിൾ ദ ഓഡ് വൺ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. അപ്പോൾ എന്ത് നോക്കുക, ഓരോ ഒബ്ജക്റ്റ് എടുത്ത് നോക്കുക, അതിൽ മാറ്റർ, മാസും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും ആവശ്യമാണോ നോക്കുക. അങ്ങനെ നമുക്ക് മാറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഫീലിങ്സ് ഒക്കെ തരും. സാഡ്, ഹാപ്പിനെസ്, ആ വേർഡൊക്കെ തന്നിരിക്കും. അപ്പോൾ അതിലൊക്കെ മാസം ഉണ്ടോ? ദുഃഖം നമുക്കൊരു ഭാരമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ദുഃഖഭാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ആക്ച്വലി ഭാരമില്ല, അതൊക്കെ ഒരു ഫീലിങ്സ് ആണ് അല്ലേ. അപ്പം അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസോ മാസോ ഒന്നും ആവശ്യമില്ല. അപ്പം ഫീലിങ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അതൊന്നും മാറ്റർ അല്ല. മാസ് ഉണ്ടായിരിക്കണം, അതിന് സ്പേസും വേണം. അപ്പോൾ ഡെഫിനറ്റ്ലി വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എയർ ഒരു മാറ്റർ ആണോ? ശരിക്കും എയർ ഒരു മാറ്റർ ആണ്. അത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. മാറ്റർ എന്തുണ്ടായിരിക്കണം? മാറ്റർ എന്ന് പറയുന്നതിന് മാസും ഉണ്ടായിരിക്കണം, സ്പേസും വേണം അല്ലേ. എയർ എടുത്തു, ഒരു ബലൂൺ ആദ്യം ഇതാ കുഞ്ഞേറിനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഊതി കൊടുക്കാം. ബലൂൺ ഊതുമല്ലോ, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബലൂണ് വലുതാവും. ഊതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുക? നമ്മൾ എയർ ഫില്ല് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ബലൂൺ ഇത്രയേ ഉണ്ടായിരുന്നുള്ളേ, നമ്മൾ എയർ കൊടുത്തപ്പോൾ ബലൂണ് വലുതായി. അപ്പം എന്തകത്ത് കിടന്നപ്പോഴാണ് ബലൂൺ വലുതായത്? എയർ. എന്തുകൊണ്ടാണ് വലുതായത്? എയറിന് ഈ കുഞ്ഞു ബലൂണിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല. നമ്മൾ കൊടുക്കുന്ന എയറിന് ഈ കുഞ്ഞു ബലൂണിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, അതിന് കൂടുതൽ സ്പേസ് വേണം. അതുകൊണ്ടാണ് ബലൂണ് വീർത്തത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ബലൂണ് പൊട്ടിപ്പോവും. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന എയറിന് ആവശ്യമായ സ്ഥലം ഈ ബലൂണിനില്ല. അപ്പോൾ കുറച്ചും കൂടി വീർക്കണം, അത് ബലൂണിന് പറ്റില്ല. അതുകൊണ്ടാണ് ബലൂണ് പൊട്ടിപ്പോകുന്നത്. ഇപ്പം മനസ്സിലായോ എയറിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ള കാര്യം? ദെൻ മാസ്. ഞാൻ 2 ബലൂൺ എടുത്തു, എന്നിട്ട് ഒരു നമ്മുടെ വെയിങ് മെഷീൻ പോലെ ഉണ്ടാവില്ല, ത്രാസിന്റെ 2 അറ്റത്തും കെട്ടിത്തൂക്കി. ഒരേപോലെ ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടിത്തൂക്കി. അപ്പോൾ ഒരേപോലെ ആണെങ്കിൽ എന്ത് നിൽക്കും? നമ്മുടെ ത്രാസ് എങ്ങനെ നിൽക്കും? ഒരേപോലെ നിൽക്കും അല്ലേ. 2 ഭാഗവും ഒരേ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഒരു ഭാഗത്തെ ബലൂണ് ഞാൻ നീഡിൽ വെച്ച് കുത്തിപ്പൊട്ടിച്ചു. അപ്പം എന്താ സംഭവിക്കുക? ഒരു ഭാഗം ഉയർന്നു, ഒരു ഭാഗം താഴ്ന്നു വരും. ഒരു ത്രാസ് ഉയർന്നും താഴ്ന്നും നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഭാരത്തിൽ വ്യത്യാസമുണ്ട്, മാസിൽ വ്യത്യാസം വന്നാലാണ് ഒരു ത്രാസ് ഒന്ന് പൊന്തിയും ഒന്ന് താഴ്ന്നു നിൽക്കുക അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? എയറാ ഉള്ളത്. ഒരു ബലൂണ് കുത്തി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ പോയി, മറ്റേതിന് എയർ ഉണ്ട്. അപ്പോൾ ഒന്ന് പൊങ്ങിയും താഴ്ന്നു നിൽക്കണമെങ്കിൽ എന്താണ് അതിനർത്ഥം? എയർ മാസ് ഉണ്ട് എന്നർത്ഥം. അപ്പം എയറിന് എന്തുണ്ട്? മാസും ഉണ്ട്, ഒക്കുപ്പൈ ചെയ്യാൻ എന്തും വേണം? സ്പേസും വേണം. അപ്പം നമുക്ക് എന്ത് പറയാം? എയർ ഇറ്റ് ഈസ് എ മാറ്റർ. എയർ ഒരു മാറ്റർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം മാറ്റർ ക്ലിയർ ആയല്ലോ. മാറ്റർ എന്ന് പറയുന്നത്
എന്താണ്, കൃത്യമായ മാസും ഉണ്ടായിരിക്കണം, ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും ഉണ്ടായിരിക്കണം. 3 ഫിസിക്കൽ സ്റ്റേറ്റിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല വേറെയും സ്റ്റേറ്റ് ഉണ്ട്. അതൊക്കെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ള സമയത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം 3 സ്റ്റേറ്റിനെ കുറിച്ച് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ 3 ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് അല്ലേ. അപ്പം എന്തിൻ്റെ ബേസിസിലാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് എന്ന് തിരിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഡാൽട്ടൺ അറ്റോമിക് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്ട്രീംലി സ്മോളർ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെ നമ്മൾ ആറ്റംസ് എന്ന് വിളിച്ചു അല്ലേ. അപ്പം മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ട് മാത്രമായിരിക്കില്ല. ആറ്റംസ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മോളിക്യൂൾസ് കിട്ടും അല്ലേ. അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ മാറ്ററിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിരിക്കും. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? അയോൺസ് എന്ന് പറയും. പോസിറ്റീവും നെഗറ്റീവും ഒരാൾക്ക് തന്നെയല്ല, ചില ആൾക്കാർക്ക് പോസിറ്റീവ് ചാർജ്, ഇപ്പം Na+, K+, കണ്ടോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പോസിറ്റീവ് ചാർജ്. ചില ആൾക്കാർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, Br-, Cl-, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം പോസിറ്റീവ് ഉള്ള ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് ഉള്ള ആൾക്കാരുണ്ടാവും. അവരെ കോമൺലി വിളിക്കുന്ന പേരാണ് അയോൺസ്. ഈ അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇവരെ കോമൺലി നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, അവരെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അടുത്തിരുന്ന് കഴിഞ്ഞാൽ, വളരെ ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ, തൊട്ടടുത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, മാക്സിമം അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ സോളിഡ്സ് എന്ന് വിളിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വളരെ അടുത്തിരുന്നു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടിരുന്നു. കണ്ടോ, ഇവരെ നമ്മൾ ലിക്വിഡ്സ് എന്ന് വിളിച്ചു. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ ഒരു 75% നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതൊന്ന് റിഫ്രഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കും. ആ ഒരു 25% മാത്രമാണ് ഇതിൽ പുതുതായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയുടെ ബേസിക്കായ കാര്യങ്ങൾ ഒന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ് +1 ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി ഗ്യാസ്. ഈ പാർട്ടിക്കിൾസിന്റെ ബേസിസിൽ തന്നെ നമുക്ക്, ഈ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ക്വസ്റ്റ്യനിൽ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഫിഗർ വരച്ചു കൊടുക്കണം. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങളുടെ ആൻസർ. ഒന്നാമത്തെ നോക്കാം, സോളിഡ്സ്. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് എന്താണ്? കൃത്യമായ അറേഞ്ച്മെന്റ് ആണ്, ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും? ഡെഫിനിറ്റ് ആയ ഒരു ഷേപ്പ് ഉണ്ടാവും. ഡെഫിനിറ്റ് ഷേപ്പ്, അതായത് നമ്മളിപ്പോൾ ഒരു നാണയം, കുറച്ച് നാണയങ്ങൾ എടുത്തു, അതിൽ ഓരോ നാണയവും നമ്മൾ കൃത്യമായി അടുക്കി പൊറുക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവും. എന്നാൽ ലിക്വിഡ് ഞാൻ കുറച്ച് വെള്ളം എടുത്തു, അതൊരു ബോട്ടിലും എടുത്തു, ആ ബോട്ടിലെ വെള്ളം തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. രണ്ടിൻ്റെയും ഷേപ്പ് നോക്കിയേ, ബോട്ടിലായിരിക്കുമ്പോൾ അത് ആ ബോട്ടിലിൻ്റെ ഷേപ്പ്, പാത്രത്തിൽ പ്ലേറ്റിലായിരിക്കുമ്പോൾ പ്ലേറ്റിൻ്റെ ഷേപ്പ്, അങ്ങനെ മാറി വന്നല്ലോ. അപ്പം ലിക്വിഡ് എന്ന് പറയുന്നതിന് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് ആയ ഒരു ഷേപ്പ് ഇല്ല. ഏതിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡ്സിന് കിട്ടുക. നമ്മൾ എടുക്കുന്ന പാത്രത്തിനെ അല്ലെങ്കിൽ കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഇനി ഗ്യാസസിൻ്റെ കേസ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എവിടെയൊക്കെ അവൈലബിൾ ആയ സ്പേസ് ഉണ്ടോ അവിടേക്കൊക്കെ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് പോകും. അപ്പം കൃത്യമായ ഒരു ഷേപ്പ് ഇതിന് ഉണ്ടാവില്ല. ഏതിലാണോ ഇതെടുക്കുന്ന കണ്ടെയ്നർ, നമ്മളിപ്പം ഓക്സിജൻ സിലിണ്ടറിലാണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നു, ഓക്സിജൻ ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഷേപ്പ് വരും. വേറെ നമ്മൾ പരന്ന പാത്രത്തിലാണ് ഫില്ല് ചെയ്തെങ്കിൽ അതിൻ്റെ ഷേപ്പ് വരും. ഏതിലാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പാണ് ഇതിന് ഉണ്ടാവുക. അപ്പം നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, ഷേപ്പിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി വോളിയം നോക്കാം. കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു പാർട്ടിക്കിൾസിനെ. സോ ഇതിനെന്തുണ്ട്? കൃത്യമായ ഒരു വോളിയം ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം സോളിഡ്സിന് ഉണ്ടായിരിക്കും. ലിക്വിഡ്സിൻ്റെ കേസ് നോക്കാം. കൃത്യമായ ഒരു വോളിയം ഉണ്ടാവുമോ? ഇപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ നമുക്ക് പറയാം, വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് കൃത്യമായ ഷേപ്പ് ഉള്ളതിനൊക്കെ കൃത്യമായ ഫോർമുലയുണ്ട് അല്ലേ.
അപ്പോൾ സ്പിയറിൻ്റെയൊക്കെ കേസാണെങ്കിൽ നമുക്കറിയാം എന്താണ്, സ്പിയർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം ആണെങ്കിൽ നമ്മൾ 4/3 πr³ ആണെന്ന് നമുക്കറിയാം. 4/3 πr³. ഇനി നമ്മുടെ ക്യൂബ് ആണെങ്കിൽ നമുക്കറിയാം A³ എഡ്ജ് ലെങ്ത്തിൻ്റെ ക്യൂബ് എടുത്താൽ മതി. ഇനി ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ കൃത്യമായ ഷേപ്പ് ഉള്ളതാണെങ്കിൽ നമുക്ക് സോളിഡ്സിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി അല്ലെങ്കിൽ കൃത്യമായ ഒരു ഷേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഒരു കൃത്യമായ എമൗണ്ടിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, എന്നിട്ട് വാട്ടർ ലെവൽ മാർക്ക് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് ഷേപ്പ് ഇല്ലാത്ത ഒബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക, ഇട്ട് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വെയിറ്റ് ഉള്ളതായതുകൊണ്ട് വാട്ടർ ലെവൽ ഉയരും. ആ വാട്ടർ ലെവലിലുള്ള വ്യത്യാസം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ സോളിഡിൽ ഷേപ്പ് ഇല്ലാത്ത ഒബ്ജക്റ്റിൻ്റെയും വോളിയം കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെഫിനിറ്റായ വോളിയം ഉണ്ട്. ഇനി ലിക്വിഡ്സിൻ്റെ കേസിലോ കൃത്യമായ വോളിയം ഉണ്ടോ? യെസ്, കൃത്യമായ വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലേ. ഇപ്പം 1/2 ലിറ്റർ പാല് നമ്മൾ മിൽമ സൊസൈറ്റി പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അളന്ന് നോക്കുമ്പോൾ നമ്മൾ മറച്ചൊന്നും കളഞ്ഞില്ലെങ്കിൽ അത് 1/2 ലിറ്റർ തന്നെ ഉണ്ടാവും. നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ കൃത്യമായി 1/2 ലിറ്റർ തന്നെ അത് ഉണ്ടാവും അല്ലേ. നമ്മൾ മറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പോയി. നമുക്ക് യാതൊരു ചേഞ്ചും വരുത്തുന്നില്ലെങ്കിൽ അളവിന് വ്യത്യാസമൊന്നുമില്ല. സ്ഥലം മാറുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ പാത്രം മാറുന്നതിനനുസരിച്ചോ വോളിയത്തിന് ചേഞ്ച് വരുന്നില്ല. ഗ്യാസിൻ്റെ കേസ് അങ്ങനെയല്ല. നമുക്ക് ഗ്യാസിൻ്റെ വോളിയം നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കുക. നമുക്ക് ഒരു ചെറിയ കണ്ടെയ്നറിൽ ഗ്യാസിനെ കൊണ്ടുപോയി നിറയ്ക്കണമെങ്കിൽ പ്രഷർ കൊടുത്താൽ മതി, അത് ആ ഗ്യാസ് ആ കണ്ടെയ്നറിനുള്ളിൽ നിറയും. അപ്പം ഗ്യാസിൻ്റെ കേസിൽ നോ ഡെഫിനിറ്റ് വോളിയം, നല്ല ഷേപ്പും ഇല്ല വോളിയവും ഇല്ല. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കി, ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ എന്താണ്? സോളിഡ്സിൻ്റെ കേസിൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, മൂവ്മെൻറ്റ് നോട്ട് പോസിബിൾ, റെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റ് ആണ്. ഇനി ലിക്വിഡ്സിൻ്റെ കേസിലോ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് മൂവ്, ലിക്വിഡ്സിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ ടേം നമുക്ക് പറയാം. അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. ലിക്വിഡ്സ് എപ്പോഴും എങ്ങനെ മൂവ് ചെയ്യുക? ഹയർ പ്ലേസിൽ നിന്ന് ലോവർ പ്ലേസിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പം ലിക്വിഡ്സിന് ഫ്ലൂയിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഗ്യാസസിൻ്റെ കേസിലോ ഡെഫിനറ്റ്ലി ഉണ്ട്, കാരണം പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. സോ പാർട്ടിക്കിൾസ് ഈസി ആയിട്ട് മൂവ് ചെയ്യും. സോ ഫ്ലൂയിഡിറ്റി ആർക്കും ഉണ്ട്? ഗ്യാസസിനും ഉണ്ട്. അപ്പം 3 പ്രത്യേകതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയ 3 കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർ കൺവേർഷൻ ആണ്. നമ്മൾ 3 സ്റ്റേറ്റ് പറഞ്ഞല്ലോ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് പറഞ്ഞു. അവരെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും? ഷുവർ, മാറ്റാൻ പറ്റും. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇന്റർ കൺവേർഷൻ, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റുക. ഇന്റർ കൺവേർഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അത് പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഐസാണ്. ഐസ് അത് വീണ്, ഐസ് അതായത് വാട്ടറിൻ്റെ ഒരു ഫോമാണ് ഐസ് എന്ന് പറയുന്നത് അല്ലേ. 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ, വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസ്. ലിക്വിഡ് സ്റ്റേറ്റിന് നമ്മൾ വാട്ടർ, ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിന് നമ്മൾ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ന് വിളിക്കും അല്ലേ. ഇത് 3 ഇന്റർ കൺവേർട്ടബിൾ അല്ലേ. ഐസ് ഫ്രിഡ്ജിൽ വെച്ച ഐസ് കിട്ടും, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലിക്വിഡ് ആവും, അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ വേപ്പർ കിട്ടും. അപ്പോൾ ഇന്റർ കൺവേർഷൻ അല്ലേ. യെസ്. അപ്പം നമുക്ക് എങ്ങനെ ഇന്റർ കൺവേർട്ട് ചെയ്യാം? ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ രണ്ടും കൂടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി അതിന് ചില പേരുകളൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മാറ്റുക ചെയ്യുന്നത് ടെമ്പറേച്ചറും പ്രഷറും മാറ്റിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മളപ്പം ഇന്റർ കൺവേർഷൻ നോക്കാൻ വേണ്ടി പോവാം. ഇന്റർ കൺവേർഷൻ ഓഫ് ദി 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താ? ഏറോ മാർക്ക് നോക്കിയേ, ഫ്യൂഷൻ. ഐസ് വെള്ളമാവുന്നു. ഓക്കെ, എന്താ നമ്മൾ ചെയ്യുക? ഐസ് വെള്ളമാവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഹീറ്റ് കൊടുത്താൽ മതി. തണുപ്പിച്ചാലാണ് ഐസ് ആവുന്നത്. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തായി മാറും? ലിക്വിഡായിട്ട് മാറും. ആ പ്രോസസ്സിന് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? ഉരുകുക എന്ന് പറയുമല്ലോ. അതിൻ്റെ നേരെ ഇംഗ്ലീഷ് എന്താ? മെൽറ്റിംഗ്.
അപ്പോൾ ഒന്നിക്കൽ ഫ്യൂഷൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് വിളിക്കാം. സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് വിളിച്ചു. ഇനി ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സ്. ലിക്വിഡ് എങ്ങനെയാണ് ഗ്യാസ് ആവുക? നമ്മൾ ചൂടാക്കണം, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറി. അതിൻ്റെ പേരാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയും. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ ലിക്വിഡ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഗ്യാസ് തിരിച്ചു വരാം. ഗ്യാസ് എന്തായിട്ട് മാറാം? തിരിച്ച് ലിക്വിഡായിട്ട് മാറാം. അതിൻ്റെ പേരെന്താ? ഗ്യാസ് ലിക്വിഡ് ആവുന്നു. കണ്ടൻസേഷൻ, അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? വേപ്പർ സ്റ്റേജിലേക്ക് പോകും അല്ലേ? അതിന് നമ്മളിതിനെ അടച്ചു വെച്ചു, അതായത് ചൂടാക്കിക്കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടപ്പ് വെച്ചിട്ട് നമ്മൾ ചൂടാക്കുന്നത് വിചാരിക്കും. കുറേ നേരം ചൂടാക്കിയാൽ നമ്മളെ വെള്ളം വറ്റി വരുന്ന കാണാൻ വേണ്ടി പറ്റും. ഇനി ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലോ നമ്മൾ അടച്ചു വെച്ച മൂടീൻ്റെ മുകളിൽ കുറേ വെള്ളത്തുള്ളികൾ കാണാൻ വേണ്ടി പറ്റും അല്ലേ? അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗ്യാസ് തിരിച്ച് ലിക്വിഡായിട്ട് മാറി. അതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് കണ്ടൻസേഷൻ. ഘനീഭവനം എന്ന് മലയാളത്തിൽ പറയും. നമ്മളെ മഴ ഉണ്ടാവുന്ന പ്രോസസ്സൊക്കെ ഇതുവഴിയാണ്. ഓക്കെ, ഇനി ലിക്വിഡ് അത് തിരിച്ച് സോളിഡ് ആവുന്നു. അത് നമുക്കറിയാം, ലിക്വിഡ് സോളിഡ് ആവുന്നു, ഐസ് ആവുന്ന പ്രോസസ്സ് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സ്. ഓക്കെ, ദെൻ ഇനി വേറൊരു ചാൻസിൻ്റെ സോളിഡ് നമ്മൾ ലിക്വിഡായി ഗ്യാസ് ആവുന്ന കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി ഡയറക്റ്റ് ലിക്വിഡ് ആവാതെ, സോളിഡ് ലിക്വിഡ് ആവാതെ ഗ്യാസ് ആവുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോളിഡ് ലിക്വിഡ് ആവാതെ ഗ്യാസ് ആവുന്നു. ഓക്കെ, സബ്ലിമേഷൻ എന്ന് പറയുന്നു. ഇനി ഗ്യാസ് ലിക്വിഡ് ആവാതെ തിരിച്ച് സോളിഡ് ആവുന്നു. ഗ്യാസ് ലിക്വിഡ് ആവാതെ സോളിഡ് ആവുന്നു. ഗ്യാസ് ക്യാൻ ചേഞ്ചസ് ഇൻ ടു സോളിഡ് വിത്തൗട്ട് അറ്റൈനിങ് ലിക്വിഡ് സ്റ്റേറ്റ്. വി കാൾ ഇറ്റ് ആസ് ഡിപ്പോസിഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 3 ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ഇന്റർ കൺവേർഷനാണ് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ അറ്റ് മാക്രോസ്കോപ്പിക് ലെവൽ. അതായത് ഫിസിക്കലി ഉള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. മാറ്ററിനെ 3 രീതിയിൽ ഫിസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നു: സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഇനി കെമിക്കലി ഉള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. മാറ്റർ നമുക്കറിയാം, മാസും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ഉള്ള എല്ലാത്തിനെയും മാറ്റർ എന്ന് വിളിക്കാം. മാറ്ററിനെ കെമിക്കലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വിച്ച് ആർ ദേ? മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് പറയാം. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും. മിക്സ്ചർ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഒറ്റൊരു സാധനത്തിന് ആരെങ്കിലും മിക്സ്ചർ എന്ന് പറയോ? അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയോ? ഇല്ല, ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടാവണം. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം മിക്സ്ചർ എന്ന് പറയുന്നതിൻ്റെ അത് കണ്ടെയ്നിങ് 2 or more സബ്സ്റ്റൻസസ് അല്ലേ? 2 or more സബ്സ്റ്റൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ മിക്സ്ചർ എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്തോ. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കോ, എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഒരു ഉരുണ്ട സാധനങ്ങളുണ്ടാവും, കമ്പ് പോലുള്ള സാധനങ്ങളുണ്ടാവും, നിലക്കടല ഉണ്ടാവും, പച്ചക്കടല ഉണ്ടാവും. അത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനനുസരിച്ചായിരിക്കും. പിന്നെ ചിലത് നല്ല എരിവുള്ളതായിരിക്കും. അപ്പോൾ എരിവിൻ്റെ മുളക് പൊടിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില ഇടുന്നവരുണ്ട് അല്ലേ? വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എമൗണ്ട്, അതായത് ഉരുണ്ട സാധനത്തിന് കണക്കായിട്ടാണോ നമ്മൾ വെളുത്തുള്ളി ഇടുക? അല്ലെങ്കിൽ കറിവേപ്പിലക്ക് കണക്കായിട്ടാണോ വെളുത്തുള്ളി ഇടുക? നിലക്കടലക്ക് കണക്കായിട്ടാണോ വെളുത്തുള്ളി ഇടുക? അതിൻ്റെ അകത്ത് അല്ല അല്ലേ? ഓരോന്നിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ഒന്നുമല്ല. നമുക്ക് കയ്യിൽ തോന്നിയത് എത്രയാണോ നമ്മൾ അതിൻ്റെ അകത്ത് ഇടും. അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കി ഏത് കൂടുതൽ ഇട്ടാലാണോ ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഇത്ര പെർസെൻറ്റേജ് ഇട്ടാലാണോ കൂടുതൽ വരുന്നത്, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പം മിക്സ്ചറിൻ്റെ അകത്ത് എന്താണ്? ദർ ഈസ് നോ ഫിക്സഡ് റേഷ്യോ ബിറ്റ്വീൻ ദ കമ്പണൻറ്റ് തമ്മിൽ. അതായത് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് കമ്പണൻറ്റ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ എന്താണ്? ഫിക്സഡ് ആയ ഒരു റേഷ്യോ ഒന്നുമില്ല. ഇത്ര നിലക്കടലക്ക് ഇത്ര കറിവേപ്പില, ഇത്ര കറിവേപ്പിലയ്ക്ക് ഇത്ര വെളുത്തുള്ളി, അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഒരു ഫിക്സഡ് റേഷ്യോ ഇല്ല. 2 or 3 സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നു. 2 or 3 സബ്സ്റ്റൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര കമ്പണൻറ്റ് വേണമെങ്കിലും ആവാം. പക്ഷേ എന്താണ്? ദർ ഇസ് എ ഫിക്സഡ് റേഷ്യോ ബിറ്റ്വീൻ ദം. കമ്പണൻറ്റ് കുറേ ആവാം, പക്ഷേ എത്ര വേണമെങ്കിലും ആവാം. കുറേ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ ഒരാൾ വേണമെങ്കിലും ആവാം. പക്ഷേ ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാട്ടറാണ് എടുത്തത്. അതാ വാട്ടർ H2O. ഇതിൽ 2 ഹൈഡ്രജനും
പിന്നെന്താ, ഓരോ ഓക്സിജനും ചേർന്നതാണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. ഇതൊരിക്കലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറുമ്പം ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനുമായിട്ട് നിൽക്കില്ല. അങ്ങനെ നിന്നാൽ ഇതെന്തല്ല, വാട്ടർ അല്ല. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഫിക്സഡ് കമ്പോണന്റ് തമ്മിൽ ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ട്. അത് എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടുത്തെ വെള്ളം നോക്കിയാലും അങ്ങ് അമേരിക്കയിലെ വെള്ളം നോക്കിയാലും H2O എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ടായിരിക്കും. റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. അതായത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണന്റിന്റെ റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസും തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ മിക്സ്ചർ അത്യാവശ്യം വലിപ്പമുള്ള സാധനങ്ങളല്ലേ എല്ലാം തന്നെ. ഓക്കെ, മിക്സ്ചറിന് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില എടുത്ത് മാറ്റാം, വെളുത്തുള്ളി കണ്ടാൽ ഇഷ്ടമില്ലാത്തവർക്ക് അതെടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കടലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, നിലക്കടലയൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും, ഓരോന്ന് പെറുക്കി എടുത്തിട്ട് അത് മാത്രം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ചില സാധനങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൈ കൊണ്ട് എടുത്ത് മാറ്റിക്കളയും. ദാറ്റ് മീൻസ് ഹാൻഡ് പിക്കിങ് അതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് അല്ലേ, ഫിസിക്കൽ സെപ്പറേഷൻ മെത്തേഡാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ ചിലപ്പം ചില മിക്സ്ചേഴ്സ് നമുക്ക് അരിച്ചു മാറ്റാൻ വേണ്ടി പറ്റും. സൈസ് വ്യത്യാസമാണെങ്കിൽ നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വെച്ചിട്ട് ചെറിയ സാധനങ്ങളൊക്കെ വേറെയാക്കാം, വലിയ സാധനങ്ങളൊക്കെ വേറെയാക്കാം. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ആര്, മിക്സ്ചർ എന്ന് പറയുന്നത്. എന്നാൽ പ്യുവർ സബ്സ്റ്റൻസ് H2O എന്ന് പറയുന്നതിനകത്ത് ഹൈഡ്രജനെ പിടിച്ച് മാറ്റാൻ പറ്റുമോ, നമുക്ക് ഓക്സിജനെ പിടിച്ച് മാറ്റാൻ പറ്റുമോ, ഇല്ല. സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് വഴി നമുക്ക് പ്യുവർ സബ്സ്റ്റൻസിന്റെ കമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം മാറ്ററിനെ കെമിക്കലി 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എ മിക്സ്ചർ കണ്ടെയ്ൻ 2 or more substances present in it. ഇനി മിക്സ്ചർ തന്നെ 2 രീതിയിലുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a material in which component present in a fixed ratio. In case of mixture, there is no fixed ratio between them. എലമെന്റ്സ് തമ്മിൽ ഒരു ഫിക്സഡ് റേഷ്യോ ഉള്ളവരെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നും, എന്നാൽ മിക്സ്ചറിന്റെ കേസിൽ അങ്ങനെ ഒരു ഫിക്സഡ് റേഷ്യോ ഇല്ല. ഓക്കെ, ഇനി അവർ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മിക്സ്ചറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. പ്യുവർ സബ്സ്റ്റൻസിന്റെ കേസ് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തു, ഒരു വലിയ പരന്ന പാത്രം പ്ലേറ്റിൽ വെള്ളം എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം എടുത്തു, ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്തു. കുറച്ച് സമയം ഞാനൊരു സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞ് ഷുഗർ കണ്ടന്റ് ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഈ ഭാഗത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലേ? കമ്പോണന്റ് ആർ മിക്സ് കംപ്ലീറ്റ്ലി വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ യൂണിഫോം കോമ്പസിഷൻ ഈസ് മെയിൻറ്റെയിൻ. എല്ലാ ഭാഗത്തുനിന്നും ഒരേ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? യൂണിഫോം കോമ്പസിഷനാണ്. എല്ലാ ഭാഗവും ഒരുപോലെ യൂണിഫോം. നിങ്ങൾ സ്കൂൾ യൂണിഫോം എന്തിനാ ഇടുന്നത്? ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടല്ലേ. യൂണിഫോമിന്റെ അർത്ഥം തന്നെ ഒരുപോലെ എന്നാണ്. ഇതിൻ്റെ അകത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണന്റ്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയ കമ്പോണന്റ്, അവരെല്ലാ ഭാഗവും ഒരുപോലെ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഏത് ഭാഗത്തുനിന്ന് കഴിച്ചപ്പോഴും ഒരേ ടേസ്റ്റ് വന്നത്. സോ ഇതിൻ്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഏതിൻ്റെ കേസിൽ? ഹോമോജീനിയസിന്റെ കേസിൽ. അപ്പം മിക്സ്ചറിനെ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോന്റെ അർത്ഥം തന്നെ ഒരേപോലെ, സെയിം എന്നാണ്. അപ്പം യൂണിഫോം കോമ്പസിഷൻ ആണ്, ഒരേപോലെയുള്ള കോമ്പസിഷൻ എല്ലാ ഭാഗത്തും ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതുമാത്രമല്ല, ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും അവിടെ എവിടെയായിട്ട് ഷുഗർ ഒന്നും കാണുന്നില്ല, കംപ്ലീറ്റ്ലി മിക്സിങ് നടക്കുന്നു. അപ്പൊ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പോണന്റ് മിക്സ് കംപ്ലീറ്റ്ലി വിത്ത് ഈച്ച് അതർ. കമ്പോണന്റ് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവുന്നു. യൂണിഫോം കോമ്പസിഷൻ ഈസ് മെയിൻറ്റെയിൻ. അപ്പൊ അവരെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പം മിക്സ്ചറിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പോണന്റ് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇറ്റ്സ് കോമ്പസിഷൻ ഈസ് സെയിം ത്രൂ ഔട്ട്. നമ്മൾ ഷുഗർ സൊല്യൂഷൻ ആവാം, സാൾട്ട് സൊല്യൂഷൻ ആവാം, പിന്നെ എയർ ആവാം, അതൊക്കെ ഹോമോജീനിയസിനുള്ള എക്സാമ്പിളാണ്. കോമ്പസിഷൻ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, കംപ്ലീറ്റ്ലി മിക്സ് ആയിരിക്കണം. ഹെട്രോജീനിയസ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു ഗ്ലാസ്സിൽ ഞാൻ ഷുഗറും ഇട്ടു, സാൾട്ടും ഇട്ടു, ഉപ്പും പഞ്ചസാരയും മിക്സായി.
എല്ലാ ഭാഗത്തും ഷുഗറും പഞ്ചസാരയും ഒരുപോലെ എത്തണമെന്ന് കണക്കുണ്ടോ? ഇത്ര എമൗണ്ട് തന്നെ ഇന്ന ഭാഗത്തും ഇത്ര എമൗണ്ട് തന്നെ ഇന്ന ഭാഗത്തും എത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് മാറി വരും. രണ്ടും സോൾഡ് ആണ്. സോ മിക്സ് നമുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി സാധിക്കില്ല അല്ലേ? അപ്പോൾ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഈസ് നോട്ട് സെയിം ത്രൂ ഔട്ട്, ഒരേപോലെ ആയിരിക്കില്ല. നോട്ട് കംപ്ലീറ്റ്ലി മിക്സ് ഈച്ച് അതർ, ദ കമ്പണന്റ് ആർ നോട്ട് മിക്സ് കംപ്ലീറ്റ് വിത്ത് ഈച്ച് അതർ, ഒരേപോലെ മിക്സ് ആവണമെന്നില്ല. മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് ഷുഗർ, ഡേർട്ട് ഇൻ ക്ലോത്ത്, നമ്മൾ ഡേർട്ട് ഡ്രസ്സിൽ ക്ലോത്ത് ആവുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് ഡേർട്ട് ആവുക. ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ ഡേർട്ട് ആവുക? അങ്ങനെയൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ചില ഭാഗത്ത് കൂടുതൽ ഡേർട്ട് ആവും, ചില ഭാഗത്ത് കുറഞ്ഞ രീതിയിൽ ഡേർട്ട് ആവാം. അപ്പം മനസ്സിലായോ? ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോ എന്ന് പറയുമ്പോൾ ഒരേപോലെ, ഹെട്രോ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ്. ഇനി അടുത്തതാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്. എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. എലമെന്റ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാരുണ്ട്? ഇത് ഹൈഡ്രജൻ്റെ ആറ്റംസ് ആണ്. ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇതൊക്കെ ഓക്സിജനാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആറ്റംസ് നോക്കി എല്ലാം ഒരേപോലത്തതാണ് അല്ലേ? ഓക്സിജൻ എന്ന് പറയുമ്പോൾ എല്ലാം ബബിൾ പോലെ. ഇങ്ങനെയൊന്നും അല്ലേ ആക്ച്വലി ഉണ്ടാവുക. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളെ നമുക്ക് എങ്ങനെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഞാൻ മനസ്സിലാക്കാൻ വലുതാക്കി വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ, അതായത് ഒറ്റ ആൾക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നതിൽ ഒറ്റ സിംഗിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പോലത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സിംഗിൾ പാർട്ടിക്കിൾസിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്. ഒന്നിക്ക് സെയിം എലമെന്റ്സ് ആവാം, ഹൈഡ്രജൻ തന്നെ ആവാം, ഇതേപോലത്തെ വീണ്ടും കുറേ ഹൈഡ്രജൻ, ഇവർ രണ്ടാളും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ H2 ആവാം, മോളിക്യൂളിന് വിളിക്കും നമ്മൾ അല്ലേ? അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത എലമെന്റ്സ് കമ്പൈൻ ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യാം. എങ്ങനെ? രണ്ട് ഹൈഡ്രജനും ഓക്സിജനും. അപ്പം നമുക്ക് ഉണ്ടാവുന്ന കോമ്പൗണ്ടിനെ വാട്ടർ എന്ന് വിളിക്കാലോ. അപ്പം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതൊരു ബബിള്, അതിൻ്റെ അകത്തേക്ക് രണ്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു. അപ്പം നമ്മളെ ആൾ ഇങ്ങനെ ഇരിക്കും. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. രണ്ട് വ്യത്യസ്ത ആൾക്കാർ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം എലമെന്റ്സും കോമ്പൗണ്ടും മനസ്സിലായോ? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എലമെന്റ്സിന് നമ്മൾ മെറ്റൽ, നോൺ മെറ്റൽ, മെറ്റലോയിഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എലമെന്റ്സിൽ എപ്പോഴും ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. ഇനി കോമ്പൗണ്ട് നോക്കിയാലോ? കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more ആറ്റംസ് ഓർ ഡിഫറെന്റ് എലമെന്റ്സ്. എങ്ങനെയാ ഫോം ചെയ്യുക? ഒന്നിക്ക് സെയിം ആറ്റംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക. എക്സാമ്പിൾ H2O, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ H2, Cl2, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ക്ലാസിഫിക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാറ്റർ, മിക്സർ എന്നും പ്യുവർ സബ്സ്റ്റൻസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. മിക്സ്ചറിനെ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. പ്യുവർ സബ്സ്റ്റൻസിനെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് രണ്ട് രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കലി ഉള്ളതും കെമിക്കലി ഉള്ളതും. ഓക്കെ, അപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ക്ലാസ്സിൽ ഒരു ടീച്ചർ, പുതുതായിട്ടൊരു ടീച്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടീച്ചറെ കുറിച്ച് എന്തൊക്കെ നോക്കും? മിസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല കണ്ണ്, നല്ല ചിരി, പിന്നെ വലിയ വഴക്കൊന്നും പറയില്ല എന്ന് തോന്നുന്നു അല്ലേ? പാവമാണെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ പുറമേ നിന്ന് മിസ്സിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് നിങ്ങളൊരു കാൽക്കുലേഷൻ നടത്തും അല്ലേ? അതായത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മിസ്സിനെ കുറിച്ചൊരു ഐഡൻറ്റിറ്റി നിങ്ങൾ ഉണ്ടാക്കും. അതിനെയാണ് അതുപോലെ തന്നെ മാറ്ററിന്, ഒരു ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന, നമുക്ക് മനസ്സിലാവുന്ന ഐഡൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി. പുറമേന്ന് കണ്ടാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നു, ശരിയായ കാര്യങ്ങളാണ്. ഇപ്പോൾ കളറൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, കാണുന്നതാണ് അല്ലേ? സ്കിൻ കളർ, മിസ് നല്ല വെളുത്തിട്ടാണ്, മിസ്സിൻ്റെ ഹെയർ നല്ല ബ്ലാക്ക് ആണ്, നല്ല ലോങ് ഹെയർ ആണ്, നല്ല കണ്ണാണ്, നല്ല ചിരി, അതൊക്കെ നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം
ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മെഷേർഡ് ഓർ ഒബ്സർവ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡന്റിറ്റി ഓഫ് മാറ്റർ. മാറ്ററിനെ ഒന്ന് നമ്മൾ മിസ്സിനെ പിടിച്ച് കുളിക്കണോ? മിസ്സിന്റെ ചിരി നല്ലതാണെന്ന് നോക്കണ്ടെങ്കിൽ മിസ് ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. അല്ലെ മിസ്സിന്റെ മുടി എത്രയുണ്ട് നോക്കണമെങ്കിൽ മിസ്സിനെ പിടിച്ച് തിരിച്ച് വളച്ചൊടിക്കൊന്നും വേണ്ട. മിസ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിയുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ മുടി നോക്കട്ടെ, മിസ് തിരിഞ്ഞാട്ടെ, അല്ലെങ്കിൽ മിസ്സിനെ കൊണ്ടുപോയി ചൂടാക്കുക ഒന്നും ചെയ്യണ്ട അല്ലെ. ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മാറ്ററിന്, ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അളക്കാൻ പറ്റും, മെഷേർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവരെ ഒന്നും ചെയ്യണ്ട, വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡന്റിറ്റി. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണോ? ഈ ഒരു പെന്നിന്റെ സൈസ് അല്ലെങ്കിൽ ഇതിന്റെ കളറ് ഇതൊക്കെ കാണാൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇത് എഴുതി നോക്കണം എന്നില്ല അല്ലെ. ഇതൊരു ബ്രൗൺ കളറിലുള്ള പെന്നാണ്, നല്ല സ്മൂത്തായ നിബാണ്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു, ഇത്ര ലെങ്ത് ആണുള്ളത്, ഇത്ര തടിയാണുള്ളത്, ഇതൊക്കെ നമ്മൾ ഫിസിക്കലി കണ്ട കാര്യമാണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മെഷേർഡ് ബൈ ചേഞ്ചിങ് ദ ഐഡന്റിറ്റി ഓഫ് മാറ്റർ. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐഡന്റിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുന്നത്, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇപ്പൊ ഈ പെന്നിനെ കുറിച്ച് തന്നെ നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി നോക്കണം. എഴുതി നോക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടന്നു. ഇനി മാറ്ററിന്റെ കേസ് ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കൂടുതൽ കെമിക്കലി മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കെമിക്കൽ റിയാക്ഷൻ ആവശ്യമാണ്. അപ്പം മാറ്ററിന്റെ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിന്റെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാറ്ററിന്റെ ഐഡന്റിറ്റി ചേഞ്ച് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കാൻ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ആവശ്യമില്ല. ഡസ് നോട്ട് റിക്വയർ എ കെമിക്കൽ റിയാക്ഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണമെങ്കിലോ റിക്വയർഡ് എ കെമിക്കൽ ചേഞ്ച് ഓർ റിയാക്ഷൻ. ഒരു കെമിക്കൽ ചേഞ്ചോ റിയാക്ഷനോ നടന്നാൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് ആ പ്രോപ്പർട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിക്കുള്ള എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് കളറ്, ഓർഡർ എന്ന് വെച്ചാൽ കെമിക്കലി നമ്മൾ സ്മെല്ല് എന്നാണ് പറയുക, ലെങ്ത്, പ്രഷർ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ കമ്പഷൻ കപ്പാസിറ്റി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കെമിക്കൽ റിയാക്ഷന്റെ ആവശ്യം ഉണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് സ്ലോ ആയി പോയത്, അല്ലെങ്കിൽ കൂടുതൽ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവാത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 75% ഓഫ് ദിസ് ചാപ്റ്റർ നിങ്ങൾ പ്രീവിയസ്ലി പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതാണ്. ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വിജയകരമായി പൂർത്തിയാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.